മാതൃഭവനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഷെക്കേന ടെലിവിഷൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രോഗ്രാമിലൂടെ ആയിരക്കണക്കിന് മനുഷ്യർ തെറ്റായ അബദ്ധ ധാരണകൾ, വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് സത്യവിശ്വാസത്തിലേക്ക്, പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ നിരവധിയായ അനുഭവങ്ങൾ അനേക വ്യക്തികൾ ഞങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്യുന്നു. അനേകർ ഈ സത്യത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വലിയ ഒരു കാര്യമാണ് ഈ ശുശ്രൂഷയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പാസ്റ്റർ സജിത് ജോസഫ്, അദ്ദേഹം ഇപ്പോൾ പാസ്റ്ററല്ല, കത്തോലിക്ക സഭയുടെ ഒരു മകനാണ്. കത്തോലിക്ക സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ സജിത് ജോസഫുമായിട്ടുള്ള നമ്മുടെ അഭിമുഖം നമ്മൾ തുടരുകയാണ്. ബ്രദറെ, ഈ ശുശ്രൂഷ ആയിരങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് കേൾക്കാനായിട്ടിടയായി. അനേകർ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തെറ്റിദ്ധാരണകളുടെ പേരിൽ അബദ്ധ വിശ്വാസങ്ങളിലേക്ക് പോയ അനേക വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നൊരു കാര്യം, സാധാരണ വിശ്വാസികൾ, കത്തോലിക്ക വിശ്വാസികളോട് പെന്തക്കോസ്തുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. മർക്കോസ് 16:16 എടുത്തിട്ട്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായതിനു ശേഷം സ്വന്തം ബോധ്യത്തിൽ അങ്ങനെ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ അത് ശരിക്കുള്ള സ്നാനമാകത്തുള്ളൂ. അല്ലാതെ ഈ ശിശുവായിരിക്കുമ്പോഴുള്ള മാമോദിസ അത് ദൈവവചനത്തിന് വിരുദ്ധമാണ് എന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. എന്താണ് ബ്രദറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കും വാട്സാപ്പിലൂടെയും നമ്മുടെ ഓഫീസ് നമ്പറിലൂടെയൊക്കെ നിലയ്ക്കാത്ത കോളുകൾ. ബ്രദർ, ഈ സത്യം പഠിപ്പിച്ചതിന് നന്ദി, അറിയിച്ചതിന് നന്ദി. ഞങ്ങളുടെ ഓഫീസ് നമ്പർ ഉണ്ടല്ലോ, 9847389389, അതിൽ വാട്സാപ്പിലും കോളുമായിട്ട് ആയിരക്കണക്കിന് കോളുകൾ. ബ്രദർ, ഇത് ഒരു ദിവസം മുമ്പേ ഇത് അറിയാൻ പറ്റിയതിന് നന്ദി. ഞങ്ങളുടെ ബന്ധുക്കൾക്കെല്ലാം ഇത് അയച്ചു കൊടുത്ത് ഞങ്ങൾ സത്യവിശ്വാസം വിട്ട് സത്യസഭയിൽ നിന്ന് പോയി ഉഴന്ന് നടക്കുന്ന സകലർക്കും ഇത് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഒരുപാട് സഹോദരങ്ങൾ ഇന്ത്യയിൽ നിന്നും ലോകമെമ്പാടും പറയാനായിട്ടിട വന്നു. അപ്പം ടെലിവിഷനിലൂടെ ഇത്രയും വലിയൊരു റീച്ച് ഇതിന് സാധ്യമാകുന്നതിലൂടെ ഈ സത്യവിശ്വാസം പ്രചരിപ്പിക്കപ്പെടുന്നു എന്നതിൽ ഞാനും വളരെ കൃതാർത്ഥനാണ്. അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ആരെയും ചെളിവാരി തേക്കാൻ നമ്മളില്ല, ആരെയും ഹർട്ട് ചെയ്യാൻ നമ്മളില്ല, ഒരുത്തരെയും പഴിക്കാൻ നമ്മളില്ല. ഇത് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു വിഷയങ്ങളും ഇവിടെ സംസാരിക്കാനില്ല. ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തികച്ചും ഉപദേശപരമായ കാര്യങ്ങളാണ്. ഇപ്പം ബ്രദർ പറഞ്ഞതും വലിയൊരു തെറ്റിദ്ധാരണ ഉളവാക്കിയിട്ടുള്ള വിഷയമാണ്. അതിനെക്കുറിച്ചൊരു വിശദീകരണം നമുക്ക് ആവശ്യമുണ്ട്. വിശ്വസിക്കുകയും സ്നാനം അതാണ് ബേസിക് വിഷയം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വസിച്ച ശേഷമല്ലേ സ്നാനപ്പെടേണ്ടിയത് എന്ന വാദം നൂറ്റാണ്ടുകളായിട്ടുള്ള വാദം തന്നെയാണിത്. നമുക്കറിയാം, ഇപ്പം അനാബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സഭാചരിത്രത്തിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഒഴിച്ചാൽ ഏകദേശം പറഞ്ഞാൽ 1550 വർഷം സഭാചരിത്രത്തിൽ ഈ സ്നാനത്തിൻ്റെ പേരിലുള്ള ഒരു ഡിബേറ്റ് നടന്നിട്ടില്ല. അനാബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ, അത് ഞാൻ കാണാതിരിക്കുന്നില്ല. എന്നാൽ അതിനുശേഷം 1550 വർഷം സഭയിൽ ഈ സ്നാനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കങ്ങളൊന്നുമില്ലായിരുന്നു. എപ്പിസ്കോപ്പൽ സഭയുടെ, പട്ടത്ത സഭയുടെ സ്നാനമായിരുന്നു അംഗീകരിച്ചു വന്നിരുന്നത്. എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിൻ്റെ ആരംഭ സമയങ്ങളിലും ഈ സ്നാനം അവർക്കൊരു വിഷയമേ അല്ലായിരുന്നു. കാരണം ഗ്രേസ് ഗോസ്പലിന് വേണ്ടിയാണ്, അല്ലെ ഗോസ്പൽ ഓഫ് ഗ്രേസിന് വേണ്ടിയാണ് ശരിക്കും മാർട്ടിൻ ലൂതറൊക്കെ ഫൈറ്റ് ചെയ്തത്. കൃപയുടെ സുവിശേഷം അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹം വിശ്വാസത്താലുള്ള നീതീകരണം അങ്ങനെയുള്ള വിഷയത്തെ ഹോൾഡ് ചെയ്തത്. പക്ഷെ പിന്നീടാണ് നമ്മൾ കാലഘട്ടങ്ങൾ മുമ്പോട്ട് വരുമ്പോഴാണ് ഒരു 200 വർഷമേ ആയുള്ളൂ ഈ ചർച്ച ഇത്ര കണ്ട് സജീവമായത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പെന്തക്കോസ്തിൻ്റെ ചരിത്രം നമുക്കറിയാം, 100 വർഷത്തെ ചരിത്രം. അപ്പോൾ 100 വർഷം കൊണ്ട് കേരളത്തിൽ ഈ ചർച്ച സജീവമായിട്ടുള്ളൂ. എന്നാൽ ഒരു 50 വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ ഇത്രയും സജീവമായിട്ട് ഈ വിശ്വാസ സ്നാനം എന്ന് പറയുന്ന വിഷയം ഉയർത്തുന്നു. ബ്രദർ ഇപ്പോൾ പറഞ്ഞ ആ വാക്യത്തിലേക്ക് വന്നാൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം അല്ലേ? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:16 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം.
ഞാൻ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ നിന്ന് തന്നെ വായിക്കാം, കാരണം അതും ഫോളോ ചെയ്യുന്നവർ കേൾക്കും. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പം 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ പറയുന്നു. അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1 വിശ്വസിക്കണം, 2 സ്നാനമേൽക്കണം, 3 അങ്ങനെ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പം 4 കാര്യം ബേസിക്കലി ഈ വാക്യത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ആ 4 കാര്യത്തെയും പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രം എങ്ങനെ സമീപിക്കുന്നു എന്ന് നോക്കാം. സ്നാനപ്പെടുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നൊരു ഉപദേശം പെന്തക്കോസ്തിൽ ഞാനായിരുന്ന വർഷങ്ങളിൽ, ഞാൻ 6 വർഷം പെന്തക്കോസ് സെമിനാരി പഠിച്ചതാണ്, ഞാൻ പെന്തക്കോസ്തിൽ പാസ്റ്ററായിരുന്നു. അപ്പം ഞാൻ കേട്ടിട്ടില്ല രക്ഷിക്കപ്പെടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താണ് രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്നത് സ്നാനത്തിലൂടെയാണെന്നുള്ളത് പെന്തക്കോസ് ഉപദേശമല്ല. അപ്പം മർക്കോസ് 16:16 പറയുന്ന വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും എന്നുള്ളത് ആ വാക്യത്തിൻ്റെ ഒരു ഭാഗമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊട്ടസ്റ്റൻ്റുകാർ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതേതാണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. അതവർ പറയുന്നുണ്ടല്ലോ, അതായത് ഈ സ്നാനം മിശിഹായോട് ചേരാനാണ്. മെശിഹായോട് ചേരാനാണ്. അത് രക്ഷയ്ക്കുള്ള മാർഗമല്ല. അല്ല, രക്ഷയ്ക്കുള്ള മാർഗമല്ല. പക്ഷെ മിശിഹായോട് ചേരാനാണ്. പക്ഷെ വചനം പറയുന്ന രക്ഷയ്ക്കുള്ള മാർഗമാണ്. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പം രക്ഷയ്ക്കുള്ള മാർഗമായിട്ട് തന്നെയാണ് വചനം പറയുന്നത്. എന്നാൽ രക്ഷയ്ക്കുള്ള മാർഗമാണ് സ്നാനം എന്ന പരിശുദ്ധ കത്തോലിക്ക സഭ പറയുന്നത്. പാപമോചനത്തിനായുള്ള സ്നാനം ഒന്നേ ഉള്ളൂ എന്ന് ഞങ്ങൾ, മാമോദീസ ഒന്നേ ഉള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ പാപമോചനമാണ് ഈ രക്ഷിക്കപ്പെടുക, പാപമോചനമാണ് ഈ വീണ്ടും ജനനം, പാപമോചനമാണ് ഈ മാനസാന്തരം, പാപമോചനമാണ് ഈ പറയുന്ന എല്ലാം. അതിനെ 3 പേരുകളിൽ ഇവർ വിളിക്കുന്നതെന്നല്ലാതെ അതിൻ്റെ അകത്ത് വ്യത്യസ്തകളൊന്നുമില്ല. ഇനി വാദത്തിന് വേണ്ടി ഇനി ആ ഭാഗം അങ്ങ് വിട്ടുകളയുക. ഏതാണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്ന അവസാന ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞിട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും എന്ന് പറയുന്നത് വാദമുഖമായി അംഗീകരിച്ചാൽ പോലും വിശ്വസിച്ച് സ്നാനമേൽക്കണമെന്ന് പറയുന്ന വാക്യങ്ങൾ ബൈബിളിൽ 2 ഉണ്ടെങ്കിൽ വിശ്വസിച്ച ശേഷമേ സ്നാനം പറ്റൂല എന്ന് പറഞ്ഞാൽ അതിന് എതിർവാദമായിട്ടുള്ള വാക്യങ്ങൾ ബൈബിളിൽ 7 ഉണ്ട്. മനസ്സിലായി? അപ്പം അത് നമുക്കൊരു ബാലൻസിലെത്താൻ പറ്റുകയില്ല. ഇനി സ്നാനം എന്ന വിഷയം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടിരിക്കും. ബൈബിളിൽ തന്നെ കുറഞ്ഞത് 5 സ്നാനമുണ്ട്. ഏതൊക്കെയാണത്? യോഹന്നാൻ്റെ സ്നാനം ഒന്നാമത്തേത്, മാനസാന്തര സ്നാനം. അത് യോഹന്നാൻ്റെ സ്നാനത്തെ മാനസാന്തര സ്നാനം എന്ന് വിളിക്കുന്നത്. ഈശോ സ്വീകരിച്ച സ്നാനം. 2ാമത്തെ സ്നാനമാണ് ഈശോ കൽപ്പിച്ച സ്നാനം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള മത്തായി സുവിശേഷം 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കാണുന്ന സ്നാനം. 3ാമത്തെ സ്നാനമാണ് യേശു പറയുന്നത്, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത എനിക്കുള്ള സ്നാനം, യേശുവിൻ്റെ സ്നാനം എന്ന് വേണമെങ്കിൽ പറയാം. 4ാമത് നമ്മൾ കാണുന്ന അഗ്നി കൊണ്ടുള്ള സ്നാനം. 5ാമത് നമ്മൾ വെള്ളം കൊണ്ടും തീ കൊണ്ടുമുള്ള സ്നാനം. 5ാമത്. 6ാമത് നമ്മൾ കാണുന്ന കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. അപ്പോൾ ബൈബിൾ കാലയളവിൽ സ്നാനം എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമേ അല്ല. ഇനി എങ്ങനെയാണ് ഈ സ്നാനം എന്ന് പറയുന്ന ഉപദേശം ഈ പുതിയ നിയമസഭയിലേക്ക് വരുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. സ്നാനത്തിൽ സംഭവിക്കുന്നത് എന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ചർച്ച മുഴുവൻ തീരും. ഇതിനകത്തുള്ള എല്ലാ പ്രശ്നവും തീരും. സ്നാനത്തിൽ സംഭവിക്കുന്ന എന്നാന്ന് റോമാക്കാരോട് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു. റോമർ 6:4 അല്ലേ? അറിയാലോ. യേശു വേണമെങ്കിൽ ആ വാക്യം വായിക്കാം അല്ലേ? ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ മരിച്ചുവെങ്കിൽ എന്നാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? അങ്ങനെ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. 6:3 അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. മുമ്പേ നമ്മൾ പറഞ്ഞ ആ ചിന്ത തന്നെ വീണ്ടും ആവർത്തിക്കണം. അദൃശ്യ ദൈവത്തിൻ്റെ വരദാനത്തിൻ്റെ ദൃശ്യ പ്രതിഫലനമാണ് കൂദാശ. കൂദാശയുടെ കവാടം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? മാമോദീസയാണ്. അപ്പോൾ ആ മാമോദീസ യേശുവിനോടുകൂടെ ഒരു വ്യക്തി കുഴിച്ചിടപ്പെട്ടു എന്ന അതിൻ്റെ കുഴിച്ചിടപ്പെട്ടു. എപ്പം? യേശുവിനെ കുഴിച്ചിട്ടപ്പോൾ യേശുവിനോടൊപ്പം ആ വ്യക്തി കുഴിച്ചിടപ്പെട്ടു. അതെപ്പോൾ സംഭവിച്ചതാണ്? യേശുവിനെ അടക്കിയപ്പോൾ യേശുവിനോടൊപ്പം നമ്മെ അടക്കി. അവൻ്റെ മരണത്തിൽ നാം ഉണ്ടായിരുന്നു, അവിടുത്തെ അടക്കത്തിൽ നാം ഉണ്ടായിരുന്നു, അവിടുത്തെ ഉയർപ്പിൽ നാം ഉണ്ടായിരുന്നു. അവിടെയാണല്ലോ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മുഖമുദ്ര. അപ്പോൾ 2020 വർഷം മുമ്പ് യേശു മരിക്കുന്നു, യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ അന്ന് കുഴിച്ചിടപ്പെട്ടു എന്നതാണ് സത്യം. അത് അദൃശ്യ ദൈവത്തിൻ്റെ വരദാനമാണ്. അതന്ന് സംഭവിച്ചതാണ്. ഇനി അതിൻ്റെ ദൃശ്യമായ പ്രതികരണമാണെന്ത്? ഈ ചെയ്യുന്ന സ്നാനം. അപ്പോൾ ആ അദൃശ്യ ദൈവത്തിൻ്റെ വരദാനം സംഭവിച്ചത് നമ്മുടെ വിശ്വാസത്താലാണോ? അല്ല. കാരണം നമ്മളന്നില്ല വിശ്വസിക്കാൻ. 2020 വർഷം മുമ്പ് യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെടാൻ നമ്മളില്ല. പക്ഷെ വചനം അസന്നിഗ്ധമായിട്ട് ഉറക്കെ പ്രഖ്യാപിക്കും, നാം അവനോടുകൂടെ
കുഴിച്ചിടപ്പെട്ടു. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയിൽ വ്യക്തിയുടെ വിശ്വാസം ഇതിനകത്ത് പരിഗണിക്കാത്തത്. കാരണം വ്യക്തി വിശ്വസിക്കും മുമ്പേ വ്യക്തി അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഇനി ആ വ്യക്തിയെ ആ പരിജ്ഞാനത്തിൽ വളർത്തേണ്ടിയതേ ഉള്ളൂ. ഏത് വ്യക്തിയെ? ഈ കുഴിച്ചിടപ്പെട്ട വ്യക്തിയെ ആ ഒരു പരിജ്ഞാനത്തിൽ വളർത്തേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് തലതൊട്ടപ്പനെ ഏൽപ്പിക്കുന്നത്. വളർത്താനുള്ള ഇവൻ പിശാചിൽ നിന്ന് വേർതിരിഞ്ഞ് കർത്താവിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളർത്തുന്ന ഉത്തരവാദിത്തം ജ്ഞാനപിതാവിനെ, ഇവൻ ലാറ്റിൻ റൈറ്റ് ജ്ഞാനപിതാവ് എന്നാണ് പറയുന്നത്, സീറോ മലബാർ റൈറ്റിൽ അല്ലേ വളർത്തപ്പൻ അല്ലേ, തലതൊട്ടപ്പനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ നോളജിൽ, ഏത് നോളജിൽ? ഇവൻ യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടവനാണ്. എപ്പം? 2020 വർഷം മുമ്പ് യേശു മരിച്ചപ്പോഴല്ലാതെ യേശുവിനോട് കൂടെ കുഴിച്ചിടാൻ പറ്റില്ലല്ലോ. ഓരോ ദിവസവും യേശു മരിക്കുന്നില്ലല്ലോ. ഞാൻ ഇന്ന് സ്നാനപ്പെടുമ്പോൾ ഇന്ന് യേശുവിനോട് കൂടെ കുഴിച്ചിടാൻ വേണ്ടി യേശു എന്നോടൊപ്പം മരിക്കുന്നില്ലല്ലോ. അവിടുത്തെ മരണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി. അപ്പോൾ അതാണ് സുവിശേഷം, അതാണ് സത്യവർത്തമാനം. അപ്പം അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഇനി ഈ കുഞ്ഞിൻ്റെ എന്തിൻ്റെ ആവശ്യമില്ല, ഇനി ഈ കുഞ്ഞിൻ്റെ അനുവാദത്തിൻ്റെയോ ഇവൻ്റെ അംഗീകാരത്തിൻ്റെയോ ആവശ്യമില്ലെന്ന് സഭ വിശ്വസിക്കുന്നത്. അതെ ഇതിൻ്റെ ബേസിക് സംഭവം. ഇത് മനസ്സിലാകാതെയാണ് വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്താലേ രക്ഷിക്കപ്പെടുമെന്ന തർക്കവാദവുമായി വന്ന്, കാരണം ഇത് പറഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ, സഭയിൽ നിന്ന് കുറച്ച് പേരെ ഇറക്കാൻ പറ്റുള്ളൂ. അല്ല, അതിന് ഉപോത്ബലമായിട്ട് അവർ പറയുന്നൊരു കാര്യം, ഈ യേശു ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചത് അത് ശിശുവായിരുന്നപ്പോൾ അല്ലല്ലോ, 30-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും പ്രായപൂർത്തി വന്നതിന് ശേഷം വേണം ഈശോ സ്നാനം സ്വീകരിച്ചതുപോലെ തന്നെ നമ്മളും സ്നാനപ്പെടാൻ. അവിടെ 5 കാര്യം അവിടെ ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് പറയേണ്ടി വരും. 1, ഈശോ സ്വീകരിച്ച സ്നാനം ക്രൈസ്തവ സഭയുടെ സ്നാനമാണെന്ന് അംഗീകരിക്കേണ്ടി വരും. കാരണം അപ്പസ്വലന്മാരുടെ നടപടിയിൽ നമ്മൾ കാണുന്നത് അവർ ചുറ്റി സഞ്ചരിച്ച് വന്നപ്പം ഈശോയുടെ സ്നാനം സ്വീകരിച്ച, അല്ലെങ്കിൽ മാനസാന്തര സ്നാനം സ്വീകരിച്ച ഒരു ഗ്രൂപ്പ് അവിടെ കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ലെന്ന് പറഞ്ഞു. ഉടനെ അവർ ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതാണ്? കാരണം സ്നാനപ്പെടുമ്പോഴെങ്കിലും പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമം അവർ കേൾക്കണം. അപ്പം നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്നാനം യോഹന്നാൻ്റെ സ്നാനമാണെന്ന് പറഞ്ഞു. ഉടനെ തൊട്ട് താഴത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം അവരെ ഏൽപ്പിക്കാനായിട്ട് കൽപ്പിച്ചു. അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ യോഹന്നാൻ്റെ സ്നാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. യോഹന്നാൻ്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. ഈശോ അത് സ്വീകരിച്ചതിൻ്റെ ഉദ്ദേശം രണ്ടാമത് ഈശോ വ്യക്തമായിട്ട് പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകണം. യേശുവിന് ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിച്ചാൽ മാത്രമേ നിയമത്തിൻ്റെ കീഴിൽ, ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യേശു യോഹന്നാൻ്റെ കീഴിൽ സ്നാനമേറ്റത് മാനസാന്തര സ്നാനം എന്നുള്ളതിലുപരി ന്യായപ്രമാണത്തിൻ്റെ നീതിയുടെ നിവർത്തീകരണത്തിന് വേണ്ടിയുള്ള സ്നാനമാണ്. അതുകൊണ്ട് 30 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നത്. കാരണം 30-ാമത്തെ വയസ്സിലാണ് പൗരോഹിത്യത്തിന് വേണ്ടി ഒരു വ്യക്തി സമർപ്പിക്കപ്പെടുന്നത്. 30 വയസ്സിന് മുമ്പ് നടത്തുന്ന ഒരു കർമ്മവും ഒരു ബാലകനും ചെയ്യുന്ന ഒരു കാര്യവും യഹൂദൻ അംഗീകരിക്കുകയില്ല. കാരണം 30-ാമത്തെ വയസ്സിലാണ് ഒരുത്തൻ ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. കല്യാണം കഴിക്കാൻ പോലും വേർതിരിയുന്നത് ഒരു വീട്ടിൽ നിന്ന് 30-ാമത്തെ വയസ്സിലെ യഹൂദൻ്റെ വ്യവസ്ഥിതിയിൽ. അപ്പോൾ അതുകൊണ്ട് 30 വയസ്സ് വരെ യേശു കാത്തിരുന്നത്. അതല്ലാതെ ആണെങ്കിൽ നമ്മൾ പറയേണ്ടി വരും, പിന്നീട് നടന്ന ശതാധിപൻ്റെ കറക്റ്റ് 30-ാമത്തെ വയസ്സിൽ സ്നാനം നടന്നു. ലുദിയായും കുടുംബവും ആ വീട്ടിലുള്ള എല്ലാവർക്കും 30-ാമത്തെ വയസ്സിൽ സ്നാനം നടന്നു. ഷണ്ണന് കൃത്യം പ്രായം 30 ആയിരുന്നു. ഇതെല്ലാം നമ്മളവിടെ എതിർവാദമായിട്ട് വെക്കേണ്ടി വരും. അതൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, തർക്കവാദമായിട്ട് പറയാം, പക്ഷേ അത് അല്ല സത്യാവസ്ഥ. ഒരു കാര്യം മനസ്സിലാക്കിയ ഈ പിക്ചർ വളരെ ക്ലിയർ ആക്കും. 3 അണ്ടർസ്റ്റാൻഡിങ്. 1, യേശുവിനോടൊപ്പം ഞാൻ കുഴിച്ചിടപ്പെട്ടു, അത് ഞാൻ വിശ്വസിക്കും മുമ്പ്. 2, ബൈബിളിലെ ഏറ്റവും പ്രസക്തമായൊരു വിശ്വാസഭാഗമാണ് മാതാപിതാക്കളുടെ വിശ്വാസത്താൽ മക്കൾ വിശുദ്ധരാകുമെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങൾ ചിലപ്പോൾ എന്നോട് വേണമെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, അങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് വിശുദ്ധ വചനം നമ്മോട് പറയും. എന്താ, നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വേണമെങ്കിൽ നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം. ഞാൻ POC ബൈബിളിൽ നിന്ന് അത് വായിക്കാം. അപ്പം എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ലളിതമായിരിക്കും തോന്നുന്നു. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുന്നു, എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ. അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരം അവിശ്വാസിയായ ഭാര്യ വിശുദ്ധീകരിക്കപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. ആ മക്കൾ വിശുദ്ധരായതെങ്ങനെ? ആ മക്കൾ, മാതാപിതാക്കളുടെ വിശ്വാസം പോരാ, വിശ്വാസം അവനവൻ്റേതാണെന്ന് പറയുന്നവർ കൊരിന്ത്യർ 7:14 മറുപടി പറയണം. ഈ മക്കൾ വിശുദ്ധരായത് വചനം ഉറപ്പിച്ചു പറയുന്നു മാതാപിതാക്കളുടെ വിശ്വാസത്താലാണ്. അപ്പോൾ അതുകൊണ്ടാണ് സഭ അടൽസൊള്ളി അല്ല,
എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവരുടെ മാത്രം കൂട്ടമല്ല. സഭ ഒരു വീട്ടിൽ ഈ 17 വയസ്സ് പ്രായമുള്ളവരെല്ലാം ദൈവത്തിൻ്റെ, 17 വയസ്സ് താഴെ, 17 ആ പാസ്റ്റർക്ക് തോന്നണം ഇവനെന്തായി പ്രായമായി എന്ന് തോന്നുന്ന വരെ എന്ത് ചെയ്യത്തില്ല, ഇവനെ മുക്കത്തില്ല. അപ്പം അവിശ്വാസിയായ ആ സ്ഥിതിയിൽ അവൻ മരിച്ചു പോയാൽ അവൻ്റെ സ്ഥിതി എന്താ? അതിനുത്തരവില്ല. ഇനി ഈ പ്രായനിശ്ചയം ആരാണ് നിശ്ചയിക്കുന്നത്? അതിനുത്തരവില്ല. ഇനി അവസാനം വരുമ്പോഴും എന്താണ്, ആ വീട്ടിൽ അവതുവരെ അവൻ പിശാചിൻ്റെ മകനാണോ? അതിന് ഉത്തരവില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് പെർഫെക്റ്റ്ലി കഴിഞ്ഞ 200 വർഷമായിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്വിസ്റ്റാണ്. അതല്ലാതെ യാതൊരു ബേസും ഇതിനില്ല. ഇനി ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം നിൽക്കുന്ന 5 പില്ലറിൽ ഒന്നാമത്തെ പില്ലറാണ് ഫെയ്ത്ത് അലോൺ, വിശ്വാസത്താൽ മാത്രം. എല്ലാ ഉപദേശത്തിലും നോക്കിയോ ഫെയ്ത്ത് ബേസ്ഡ് ആയിരിക്കും, വിശ്വാസാടിസ്ഥാനത്തിലായിരിക്കും. പ്രൊട്ടസ്റ്റൻ്റ് ഉപദേശം ബ്രദറിന് പഠിക്കാൻ താല്പര്യം ഉണ്ടാകുമോ? അല്ല, ഞാൻ ചോദിക്കുക, ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വേ ആണ്. അതിൻ്റെ അകത്ത് മുഴുവൻ നിഴലിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഫെയ്ത്ത് 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 ഫെയ്ത്ത്. നമുക്കത് അവരുടെ ടോക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരാളുടെ സൗഖ്യമായാലേ പറയും നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് സൗഖ്യമാകത്തെ. പക്ഷേ ഈ ഫെയ്ത്ത് പോലും ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന മിക്കയിടത്തും യേശുവിൻ്റെ വിശ്വാസം എന്നുള്ള ഫെയ്ത്ത് ഓഫ് ജീസസാണ്, ഫെയ്ത്ത് ഇൻ ജീസസ് പോലും അല്ല. അതുപോലും മനസ്സിലാക്കിയത് ഫെയ്ത്ത് 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 ഫെയ്ത്ത്. വിശ്വാസത്താക്കാൻ വലുതെന്താ? 3 നിലനിൽക്കുന്നു: സ്നേഹം, പ്രത്യാശ, വിശ്വാസം. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ തന്നെ ആ കോട്ട എന്ത് ചെയ്യുക? ഇടിയുക. കാരണം സ്നേഹത്തിന് മുമ്പിൽ ആ പില്ലറിന് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്, അപ്പം എന്താണ് വാസ്തവത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിച്ചത്? അവിടെ വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് മാമോദീസയിലൂടെ ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നതിനെ പറ്റിയാണ്. ഇതാണ് പാപമോചനം മാമോദീസയിലൂടെ എന്ന് പറയുന്നത്. ഇന്നും എന്നും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് പെന്തക്കോസ്തിലെ സകല ഉപദേശങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതറിയാമോ? പെന്തക്കോസ്തിലെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ സംഭവങ്ങളാണ്. 2-ാം അധ്യായത്തിലെ സംഭവം ഉപദേശമാക്കിയാൽ കുറച്ചപ്പുറത്ത് വരുമ്പോൾ 5-ാം തീയതി വേറൊരു സംഭവമുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അനന്യാസും സബീറയുടെ ഒരു സംഭവമുണ്ട്. അതൊക്കെ ഉപദേശമാക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഞെട്ടുന്നത്. ഒരു ദിവസം സംഭവിച്ച സംഭവങ്ങളാണ് ഉപദേശമെങ്കിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? പത്രോസ് പ്രസംഗിക്കുകയാണ്. അപ്പോൾ പത്രോസ് പ്രസംഗിക്കുമ്പം അവിടെ തടിച്ചുകൂടിയ പുരുഷാരം ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങളുടെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അപ്പോൾ സ്നാനം എന്തിനാണ് കൊടുത്തേ? പാപങ്ങളുടെ മോചനത്തിനായി. പാപമോചനത്തിനാണ് സ്നാനം. ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം ഇങ്ങനെ പിടിക്കും. കാരണം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായമാണ് ഇതിൻ്റെ അടിത്തറ. ഇങ്ങനെ പിടിക്കും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. ഇങ്ങനെ പിടിക്കുന്നവരോട് ഇങ്ങനെ പിടിച്ച് തന്നെ ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ സ്നാനത്തിലൂടെ പാപമോചനം എന്ന ഉപദേശം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനം എന്നുള്ള ഉപദേശം ഇതിൻ്റെ ഭാഗമേ അല്ല. ഇനി അത് ബ്രദറൻ തിയോളജി ഇല്ലെങ്കിലും, ബ്രദറൻ തിയോളജിയിൽ അതില്ല, പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ് തിയോളജിയിൽ അതുണ്ട് എന്ന് പറഞ്ഞാലും ഇന്ന് പെന്തക്കോസ് തിയോളജിയുടെ അടിസ്ഥാനം ബ്രദറൻ തിയോളജിയാണ്. കാരണം ബ്രദറനിൽ നിന്നാണ് പെന്തക്കോസ്തിലേക്ക് ആൾക്കാർ മുഴുവൻ വന്നത്. അല്ലാതെ പെന്തിക്കോസ്തിൽ നിന്ന് ആരും ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇവരുടെ പിതാക്കന്മാരെല്ലാവരും ബ്രദറൻകാരായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് അന്യഭാഷ സംസാരിച്ച് അവർ പുറത്തു വന്നു എന്നുള്ള വ്യത്യാസമേ അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായി അതെന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു. അത് നമ്മൾ കണ്ടു. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവിടുത്തെ രക്ഷിക്കപ്പെടൽ ഇതിലൂടെ അല്ലെന്ന് പഠിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ടു അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിനെന്ന് പറഞ്ഞു. അപ്പോൾ പാപമോചനത്തിന് സ്നാനം വേണമെന്ന് പറയുന്നത് നിഷേധിക്കുന്ന കണ്ടു. എന്നിട്ട് പിന്നെ ഹോൾഡ് ചെയ്യുകയാണ് എന്താണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ബൈബിളിലെ സ്നാനങ്ങളിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ബൈബിളിലെ സ്നാനങ്ങളൊന്നും അടൽസൊള്ളിയല്ല. കാരാഗ്ര പ്രമാണിയും കുടുംബവും, ലുദിയായും കുടുംബവും, ലിഡിയ എന്നാണ് പറയുന്നത് അല്ലേ? PSC ബൈബിൾ ലിഡിയായും കുടുംബവും. ഷണ്ണന് പിന്നെ കുടുംബം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഷണ്ണന് കുടുംബമില്ല. സ്തേഫാനോസും കുടുംബക്കാരും, കുടുംബക്കാരും. അപ്പോൾ ഈ 3 സ്നാനങ്ങളിലും ആരുണ്ട്? അവിടെ കുട്ടികളെല്ലാം അതിനകത്ത് പെടുന്നുണ്ട്, ശിശുക്കളുണ്ട്. അപ്പം നമ്മൾ ഈ വാദം സംബന്ധിച്ചാൽ പോലും ഇനി നമ്മൾ പറയാം ലുദിയായ്ക്ക് മക്കളില്ല. എവിടെ എഴുതിയേക്കുന്നത്? ചെറുപ്പക്കാരിയാണ്, പുഴവക്കത്ത് ബിസിനസ്സുകാരിയാണ്, രക്താംബരത്തിൻ്റെ കച്ചവടം നടത്തുന്ന പുഴവക്കത്തെ ഫിലിപ്പിയയിലെ ആദ്യത്തെ മിഷണറി, യൂറോപ്പിലെ ആദ്യത്തെ മിഷണറി ലുദിയ. ആ ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നു. അവൾ ലുദിയയുടെ വീട് തുറന്നു കർത്താവിന് വേണ്ടി. അങ്ങനെ ലുദിയ കർത്താവിലേക്ക് വരിക, ലുദിയയും കുടുംബവും കർത്താവിലേക്ക് ചേരുക.
കാരാഗ്രഹപ്രമാണിയും കുടുംബവും രക്ഷപ്രായപ്പോൾ എന്നാ ചെയ്യണം? യേശുവിൻ്റെ നാമത്തെ കാരാഗ്രഹപ്രമാണിയും കുടുംബവും ശതാധിപനും കുടുംബവും കർത്താവിലേക്ക് വരിക. അപ്പോൾ ഈ അടൽസൊള്ളി പരിപാടി എവിടെയില്ല. അതിന് ഇങ്ങനെ ഒരു മറുവാദം വേണമെങ്കിൽ പറയാം. ഞാനും എൻ്റെ കുടുംബവും എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും കൂടെ ചേർത്ത് ചിലപ്പോൾ ഞാനും എൻ്റെ കുടുംബവും എന്ന് പറയാറുണ്ട്. അല്ല, അങ്ങനെ വാദിച്ചാലും അവിടെയും സംഭവം നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ നിയമത്തിലെ ഓരോ കാര്യം പുതിയ നിയമത്തിൽ വന്ന് മെർജ് ചെയ്യുന്നുണ്ട്. ആ പഠനം ബ്രദർ പഠിച്ചിട്ടുണ്ടാവില്ല. പഴയ നിയമത്തിലെ പൗരോഹിത്യം വന്ന് പുതിയ നിയമത്തിലെ പൗരോഹിത്യമായിട്ട് കോർലിങ്ക് ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിലെ പെസഹ വന്ന് പുതിയ നിയമത്തിലെ കുർബാനയായിട്ട് കോർലിങ്ക് ചെയ്യുന്നുണ്ട്. പഴയ നിയമം തന്നെ വന്ന് പുതിയ നിയമത്തിലോട്ട് വന്ന് കോർലിങ്ക് സംക്രമിക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ പഴയ നിയമത്തിലെ പരിച്ഛേദന വന്ന് പുതിയ നിയമത്തിലെ സ്നാനവുമായിട്ട് മെർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൊളോസ്യർക്ക് ലേഖനം എഴുതുമ്പം 2-ാം അധ്യായത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയെ. 2-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം. ഓക്കെ, യേശുവിൽ അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഒഴിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നമുക്ക് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു എന്ന് അപ്പോസ്തലൻ പറയുന്നു. എങ്ങനെ യേശു ക്രിസ്തുവിൽ നമുക്ക് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു? അതാ താഴത്തെ വാക്യത്തിൽ പറയുന്നത്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും. അപ്പോൾ 11-ാം വാക്യത്തിൽ പറഞ്ഞു കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ ലഭിച്ചു. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറയുക എങ്ങനെ ലഭിച്ചു? സ്നാനത്തിൽ. അപ്പം എങ്ങനെയാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചേ? സ്നാനത്തിലൂടെ. അപ്പോൾ പഴയ നിയമത്തിലെ പരിച്ഛേദനയാണ് എന്ത്? പുതിയ നിയമത്തിലെ സ്നാനം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ നിങ്ങൾ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ പഴയ നിയമത്തിൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അറിയാലോ, അഗ്രം ചർമ്മിക്കുന്ന സുന്നത്ത് ആണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സുന്നത്ത്. അത് ശാരീരികമായ ഒരു വ്യത്യസ്തതയായിരുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് ഈ വ്യത്യസ്തത സംഭവിച്ചു. എങ്ങനെ? യേശുവിനോടുകൂടെ നമ്മൾ അടക്കപ്പെട്ടു. എപ്പം? സ്നാനത്തിൽ. ഓക്കെ, അപ്പം യേശു പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പറ്റില്ലാത്ത ഒരു സ്നാനം എനിക്ക് കേൾക്കാനുണ്ട്. ആ സ്നാനമാണ് യേശുവിൻ്റെ മരണം. കിട്ടുന്ന ചിന്ത. നിങ്ങൾ കേൾക്കാൻ കഴിയാത്ത ഒരു സ്നാനം എനിക്ക് കേൾക്കാനുണ്ടെന്ന് പറയുന്ന ആ സ്നാനം യേശു ഏറ്റ യോഹന്നാൻ്റെ സ്നാനമല്ല. നിങ്ങൾ കേൾക്കാൻ കഴിയാത്ത മറ്റൊരു സ്നാനം എനിക്ക് കേൾക്കാനുണ്ടെന്ന് യേശു പറയുന്ന സ്നാനമാണ് യേശുവിൻ്റെ മരണം. ആ മരണത്തിൽ എന്താ സംഭവിച്ചത്? സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെട്ടു. ഓക്കെ, അതാണ് പരിച്ഛേദന, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. ഇനി നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ ജനിച്ച് 8 ദിവസം പ്രായമുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നത്. ഈ മുതിർന്ന ശേഷം ഒന്നുകൂടെ പരിച്ഛേദന കഴിക്കാറുണ്ടോ? അപ്പോൾ 8 ദിവസം പഴയ നിയമത്തിലെ കൽപ്പനകളിൽ ഏറ്റവും പ്രമാദമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് ഇത്, പരിച്ഛേദന. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റ ഒരു കുഞ്ഞിനെ ദൈവം അംഗീകരിച്ചെങ്കിൽ, തീർച്ചയായിട്ടും അംഗീകരിച്ചെങ്കിൽ ശിശുവായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയും. പ്രധാനപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയും. കാരണം ശിശുക്കളെ എൻ്റെ അടുക്ക വിടുവിന്നാണ് പറഞ്ഞത്. നിങ്ങൾ തിരിഞ്ഞ് എങ്ങനെയാകാനാണ് പറഞ്ഞത്? ശിശുക്കളെ പോലെ ആകാനാണ്. അന്നേരം നമ്മൾ പറഞ്ഞു ശിശുക്കളെ മാറ്റി നിർത്ത്. ശിശുക്കളെ മാറ്റി നിർത്താൻ പറഞ്ഞ ആരാന്നറിയോ? ശിഷ്യന്മാരാ. ശിശുക്കളെ കയറ്റി നിർത്താൻ പറഞ്ഞ ആരാന്നറിയോ? കർത്താവാണ്. അപ്പം കർത്താവിൻ്റെ പദ്ധതിക്കകത്ത് ഒരിക്കലും എന്തില്ല, ശിശുക്കൾ ഒഴിച്ചു നിർത്തിയുള്ള പരിപാടിയില്ല. കർത്താവിൻ്റെ പദ്ധതിക്കകത്ത് വീട്ടിൽ കുറച്ച് പേര് മാറ്റി നിർത്തുക അങ്ങനെയുള്ളതല്ല. കർത്താവിൻ്റെ പദ്ധതിക്കകത്ത് എൻ്റയർ ഫാമിലിയാണ്, ദ ഹോൾ ഫാമിലിയാണ്. തന്നെയല്ല ബ്രദറെ, ഈ ഒരു ശിശുവിൻ്റെ കാര്യത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾ. ഇപ്പോൾ ആ കുഞ്ഞിന് ഒരു അസുഖം വന്നാൽ ഏത് ആശുപത്രി കൊണ്ടുപോകണം, സ്കൂളിൽ വിടണം, ഇതെല്ലാം അപ്പൻ്റെ അമ്മയുടെയും ഉത്തരവാദിത്വമാണ്. എന്നാ കഴിക്കണം, എന്നാ കൊടുക്കണം, ഇതെല്ലാം. അപ്പം ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയുമെങ്കിൽ ഈ ഏറ്റവും പരമപ്രധാനമായ വിശ്വാസപരമായ ഈ കാര്യത്തിലും വാസ്തവത്തിൽ മാതാപിതാക്കൾക്കല്ലേ തീരുമാനം എടുക്കാനുള്ള. മാതാപിതാക്കളുടെ തീരുമാനത്തോട് പിന്നീട് എന്ത് ചെയ്യുക? മക്കൾ അനുകൂലിച്ച് വളർന്നു വരിക. നമ്മളെ സ്കൂളിൽ വിട്ട പിന്നീട് അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, നമ്മളെ വസ്ത്രം ധരിപ്പിച്ച് പിന്നീട് അവൻ വസ്ത്രം. ഈ വിശ്വാസത്തിൻ്റെ മാർഗ്ഗത്തിലും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഈ തലതൊട്ടപ്പൻ, ജ്ഞാനമാതാവ് അല്ലെങ്കിൽ ജ്ഞാനപിതാവ് എന്ന് പറയുന്ന ആളവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. ആ സമയത്ത് ആ വ്യക്തി ഏൽപ്പിക്കുകയാണ്. ഏതാ? ഇവൻ യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടവനാണ്. ഇത് വിശ്വസിക്കും മുമ്പേ സംഭവിച്ചതാണ്. അപ്പോൾ അത് അദൃശ്യമാണ്. അത് ഞാൻ പറയുന്നത് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാൻ. സാക്രമെൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂദാശകൾ എന്ന് പറയുന്നത് അദൃശ്യ മണ്ഡലത്തിൽ സംഭവിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരം മാത്രമാണ് എല്ലാ സാക്രമെൻറ്റ്സും. അദൃശ്യ മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത്? അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അതെപ്പോഴാണ്? വിശ്വസിക്കും മുമ്പേ, ജനിക്കും മുമ്പേ, എൻ്റെ അമ്മയുണ്ടാവും മുമ്പേ, എൻ്റെ അമ്മയുടെ അമ്മയുണ്ടാവും മുമ്പേ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അതിന് വിശ്വാസമല്ല അടിസ്ഥാനമായിരിക്കുന്നത്. പക്ഷേ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം നിൽക്കുന്ന എല്ലാത്തിൻ്റെയും മേളിൽ എന്താ?
ഈ വിശ്വാസമാണ്. വിശ്വാസത്തിന് മേളിൽ. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും സഭയുടെ നടപടികളിൽ. ഇനി സഭാചരിത്രത്തിലേക്ക് പോകുമ്പം എവിടെ 110 രേഖയിൽ പോലും നമുക്ക് കാണാൻ കഴിയും ശിശുവിനെ മാറ്റി നിർത്തിയിട്ടില്ല. 222 രേഖയിൽ ശിശുവിനെ മാറ്റി നിർത്തിയിട്ടില്ല. നിക്കിയ വിശ്വാസ പ്രമാണം ഉണ്ടാക്കുന്ന നൈസിയൻ കൗൺസിലിൽ പോലും പാപമോചനത്തിനായുള്ള മാമോദീസ ഏറ്റു പറയുന്നു. ബ്രദറെ, ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഈ ഇതുപോലെ കുഞ്ഞുങ്ങളെ അവർ മാമോദീസ മുക്കുന്നില്ലെങ്കിൽ പോലും അവർ നടത്തുന്ന ഒരു ചടങ്ങുണ്ട്, ശിശുപ്രതിഷ്ഠ, ശിശുവിനെ പ്രതിഷ്ഠിക്കുക. ബ്രദറെ, എല്ലാം ആ സിറ്റീസ് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ എന്നാ ജുബായ്ക്ക് പകരം ലോഹയുണ്ട്. അവിടെ ലോഹയുണ്ട്, ഇവിടെ ജുബായുണ്ട്. ജുബായും ലോഹയും തമ്മിൽ ഒരു മുഴത്തിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ അവിടെ ഉപദേശം മുഴുവൻ എന്ത് ചെയ്യും? മാറി മറിയും. മനസ്സിലായി? അവിടെ ശിശുപ്രതിഷ്ഠയുണ്ട്, ഇവിടെ ശിശു സ്നാനമുണ്ട്, അല്ലെങ്കിൽ മാമോദീസയുണ്ട്. അവിടെ കൗൺസിലിംഗ് ഉണ്ട്, ഇവിടെ കുമ്പസാരമുണ്ട്. ഫലത്തിൽ ഒന്ന് തന്നെയാണ്. പിന്നെ കൗൺസിലിംഗിൽ രഹസ്യം ആരോടും പറയാതിരിക്കണമെന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ കുമ്പസാര രഹസ്യം പുറത്ത് പറയാതിരിക്കുന്നുള്ള ഒരു ഉറപ്പെങ്കിലും ഉണ്ട്. അപ്പോൾ തത്വത്തിൽ ഇതൊന്നു തന്നെയാണ്. പക്ഷേ ആ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ ഉദ്ദേശത്തിന് വേണ്ടി ആൾക്കാരെ ഇതിൻ്റെ അകത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയുകയില്ല. അവിടെ അൽത്താരയുണ്ട്, ഇവിടെ മേശയും വെള്ള തുണിയുണ്ട്. അവിടെ കാസയും പീലാസയും ഉണ്ട്, ഇവിടെയും ഉണ്ട് അതിൻ്റെ വേറൊരു ജഗ്ഗും. അപ്പോൾ ബ്രദറെ, ഒരു ബ്രെഡ് നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ്. മാമോദീസയിലൂടെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ പിന്നെ യാതൊരു വിധത്തിലുള്ള പാപശാപ ബന്ധനങ്ങൾ ഒന്നും നിൽക്കുന്നില്ലല്ലോ. വാസ്തവത്തിൽ അവൻ ജന്മപാപത്തിൽ നിന്ന് ഒഴിവുള്ളവനായി മാറുക. അതാണ് സഭയുടെ പഠിപ്പിക്കേണ്ട ആദ്യ ഭാഗം. ജന്മപാപത്തിൽ നിന്ന് ഒഴിവുള്ളവനാവുക മാറുക. ജന്മപാപം, കർമ്മപാപം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരിഹാരവും പരിസമാപ്തിയും ഈശോയുടെ കുരിശിലെ പ്രവൃത്തിയാണ്. ഈശോ കുരിശിലെ പ്രവൃത്തിയാലാണ് ഇതിനകത്ത് മുഴുവൻ മോചനം ലഭിച്ചത്. എന്നാൽ ഈശോയുടെ കുരിശിലെ പ്രവൃത്തിയുടെ പരിജ്ഞാനത്തിൽ അനുദിനമുള്ള വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ കവാടം മാത്രമാണ് മാമോദീസ. അങ്ങനെ ഈ വളർച്ചയിൽ ഇവനെ സഹായിക്കാനായിട്ടാണ് വാസ്തവത്തിൽ സഭ ഒരു തലതൊട്ടപ്പനെയും എല്ലാ കാര്യങ്ങളും സഭയുടെ ഇപ്പം ഈ സൺഡേ സ്കൂൾ ആയാലും കാറ്റഗിസം സ്റ്റഡീസ് ആയാലും യൂത്ത് ലീഗ് ആയാലും മിഷൻ ലീഗ് ആയാലും ഏത് ലീഗ് ആയാലും പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സമർപ്പിതമായാലും യൂത്ത് ക്യാമ്പ് ആയാലും ഇതിൻ്റെ എല്ലാ ഉദ്ദേശം കൗദാശിക ജീവിതത്തിലൂടെ കുദാശകളുടെ കവാടമായ മാമോദീസയിലൂടെ പ്രവേശിച്ചവൻ അനുദിന കൗദാശിക ജീവിതത്തിലൂടെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക എന്നുള്ള ഉദ്ദേശമാണ്. ഓക്കെ, ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുകളാണ് നമുക്ക് സയ്യിദ് ബ്രദറിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്കും മനസ്സിലാകുന്ന വിധത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട, മാമോദീസയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കത്തോലിക്ക വിശ്വാസികളിൽ പെന്തക്കോസ്ത് സഹോദരങ്ങൾ നമ്മളെ പലപ്പോഴും പറഞ്ഞു പറ്റിച്ചിരുന്നതായിട്ടുള്ള പല കാര്യങ്ങൾക്കും കൃത്യമായ ഒരു മറുപടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്.